Hello guys, welcome back to BioShots. നമ്മൾ സെൽ സൈക്കിളിൻ്റെ വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വീഡിയോ സെൽ സൈക്കിളിനെ കുറിച്ചിട്ട് ഓവർവ്യൂ ആണ് പറഞ്ഞത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സോ ഇന്ന് നമ്മൾ സെൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ ഇൻ്റർഫേസിൻ്റെ സബ് സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ പറയുന്നത് സെൽ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസും കാണാം, മൈറ്റോട്ടിക് ഫേസും കാണാം. സോ ഇൻ്റർഫേസിൻ്റെ സബ് സ്റ്റേജസും ഇതിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. സോ ഇൻ്റർഫേസിൽ സബ് സ്റ്റേജസ് ഏതൊക്കെയാണ് നമുക്കറിയാം. G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. G1 ഫേസ് എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് 1 ഫേസ്, S ഫേസ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഫേസ് ആൻഡ് G2 ഫേസ് എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് 2 ഫേസ്. നമുക്ക് ഇത് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് മൈറ്റോട്ടിക് ഫേസസും പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫേസ് ഡിസ്കസ് ചെയ്യാം. ഇൻ്റർഫേസിലെ ഫസ്റ്റ് ഫേസാണ് G1 ഫേസ്. G1 ഫേസിൽ എന്താ സംഭവിക്കുന്നത്? G1 ഫേസിൽ നടക്കുന്നത് അതിൻ്റെ സെല്ലുലാറായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷനാണ് മെയിൻലി നടക്കുന്നത്. G1 ഫേസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഗ്യാപ്പ് 1 ഫേസിനാണ്. G1 ഫേസിൽ സെല്ലുലാർ, അതായത് സൈറ്റോപ്ലാസ്മിക് ഡ്യൂപ്ലിക്കേഷനാണ് നടക്കുന്നത്. സൈറ്റോപ്ലാസ്മിക് duplication takes place in the gap 1 or G1 phase of the interface. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? സൈറ്റോപ്ലാസം നമുക്കറിയാം, നമ്മുടെ RNAയും പ്രോട്ടീൻസും ഉള്ളത്, സെല്ലുലാർ കമ്പോണൻസ് ആണ് ഉള്ളത്. സൈറ്റോപ്ലാസത്തിൽ മെയിൻലി സെല്ലുലാർ ഡ്യൂപ്ലിക്കേഷനാണ്, സെല്ലുലാർ കമ്പോണൻസ് ഡ്യൂപ്ലിക്കേഷനാണ്. സെല്ലുലാർ കമ്പോണൻസ് ആണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. ബട്ട് എക്സെപ്റ്റ് വൺ തിങ്, എന്താണ്? അതിൻ്റെ DNA കമ്പോണൻറ്റ്, ന്യൂക്ലിയസിലുള്ള DNA കമ്പോണൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേഷനാണ് G1 ഫേസിൽ നടക്കുന്നത്. ഈ DNA കമ്പോണൻറ്റ് നടക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജിലാണ്. സൈറ്റോപ്ലാസത്തിലുള്ള RNAയും പ്രോട്ടീൻ്റെയും അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത്. അതായത് കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടാവും, കുറച്ച് DNA ഉണ്ടാവും, അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. ദാറ്റ് ഡ്യൂപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ബൈ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഡ്യൂപ്ലിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞത്? DNA RNA ആവുന്നതും, ട്രാൻസ്ലേഷൻ പറയുന്നത് ഈ RNA പ്രോട്ടീൻ ആവുന്നതാണ്. നെക്സ്റ്റ് ഫേസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ S ഫേസ് ആണ്, സിന്തറ്റിക് ഫേസ്. അവിടെ DNAയുടെ ഡ്യൂപ്ലിക്കേഷനാണ് S ഫേസിൽ നടക്കുന്നത്. DNAയുടെ ഡ്യൂപ്ലിക്കേഷൻ, DNA എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൽ കമ്പോണൻറ്റ് മാത്രമാണ്. സൈറ്റോപ്ലാസ്മിക് കമ്പോണൻറ്റ് G1 ഫേസിൽ നടന്നു. DNA, അതായത് ന്യൂക്ലിയർ കമ്പോണൻ്റായ DNAയുടെ ഡ്യൂപ്ലിക്കേഷൻ, അതായത് റിപ്ലിക്കേഷൻ ഓഫ് DNA ടേക്സ് പ്ലേസ് ഇൻ ദി S ഫേസ്. DNA ആണ്. അപ്പോൾ DNA റിപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസും ഒക്കെ നമ്മൾ നേരത്തെ, അതായത് സൈറ്റോപ്ലാസ്മിക് സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി DNA കമ്പോണൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി S ഫേസ്. ഈ സിന്തസിസ് ഓഫ് DNA റിപ്ലിക്കേഷൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള പെൻഡോസ് ഷുഗറും ഫോസ്ഫോറിക് ആസിഡും നൈട്രജനേസും ഒക്കെ നേരത്തെ G1 ഫേസിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രിപ്പയർഡ് സാധനം ഇവിടെ യൂസ് ചെയ്തു എന്നുള്ളൂ S ഫേസിൽ നടക്കുന്നത്. അപ്പോൾ DNA കമ്പോണൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഇതിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെയും ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. കാരണം ഈ ഫോം ചെയ്ത DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ വൈൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സെല്ല് കാണുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് G2 ഫേസ്. അതാണ് ഗ്യാപ്പ് 2 ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ സെല്ലുലാർ കമ്പോണൻറ്റ്, അതേ സെല്ലുലാർ കമ്പോണൻറ്റ് സൈറ്റോപ്ലാസവും DNA റെഡിയാണ്. ഇനി സെല്ല് ഗ്രോ ചെയ്താൽ മതി. ഉള്ള സൈറ്റോപ്ലാസവും ഉള്ള DNA വെച്ചിട്ട് ആ സെല്ലിൻ്റെ വോളിയം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതാണ് സെല്ലുലാർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസും സെല്ലും റെഡിയാണ്. G2 ഫേസിൽ അത് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ് ചെക്സ് ദ ക്വാളിറ്റി ഓഫ് ദ സെൽ. നെക്സ്റ്റ് അതിൻ്റെ ആ ഒരു ഡോട്ടർ സെല്ലാവാനായിട്ട് അത് നല്ല ക്വാളിറ്റിയുള്ള സെല്ലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ G2 ഫേസിലാണ് മെയിൻലി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഗ്രോത്തും ക്വാളിറ്റി ചെക്കും ഇൻ്റർഫേസിൽ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഇൻ്റർഫേസിൽ പറഞ്ഞ സൈറ്റോപ്ലാസ്മിക് ഡ്യൂപ്ലിക്കേഷൻ, S ഫേസിലെ DNA റിപ്ലിക്കേഷൻ, G2 ഫേസിൽ സെല്ലുലാർ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റേജിലാണ് മൈറ്റോട്ടിക് ഫേസ് ആയിട്ട് വരുന്നത്. ഈ മൈറ്റോട്ടിക് ഫേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒരു നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. സോ അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.